ഇപ്പോൾ ഞാനുള്ളത് കുട്ടിക്കാനത്താണ്. അങ്ങനെ മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ കുട്ടിക്കാനത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി റൂം എടുത്തതാണ്. അങ്ങനെ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എന്നാലും നേരത്തെ തന്നെ ഇറങ്ങി വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലെത്തണം എന്നാണ് പ്ലാന്. പോകുന്ന വഴിക്ക് പാഞ്ചാലിമേട് കയറാൻ പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള വേറൊരു കാരണം. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടെത്തി. ഇപ്പോഴും വെയിലൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ അത്യാവശ്യം പതുക്കെ തന്നെ പോയി നടന്ന് കാണുവാൻ പറ്റും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ അവിടെ സെക്യൂരിറ്റി ഓഫീസിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. അങ്ങനെ ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വന്നാൽ തന്നെ ആദ്യമേ കാണുന്ന ഇങ്ങനെയൊരു വ്യൂ ആണ്. നമുക്ക് കുറേ മൗണ്ടൻസുകൾ നമുക്കിവിടെ നിന്ന് അടുത്ത് കാണുവാൻ സാധിക്കും. പിന്നെ ഒരു അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടുത്തെ മൊത്തം ഒരു 360 വ്യൂ നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്നും നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് ഇതിന് പോകുവാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പുതിയതായിട്ടൊക്കെ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ കടകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഈ കടയിലും ചെന്ന് നോക്കി ചായ വല്ലതും കിട്ടുമോയെന്ന്, പക്ഷേ ഇപ്പോൾ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പം ഇവിടെ വലത്തെ സൈഡിലും ഒരു അമ്പലമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ രാവിലെ വന്നതിനാൽ ഇതൊന്നും ഇപ്പോഴും ഓപ്പൺ അല്ല. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് പാഞ്ചാലിമേടിൻ്റെ വേറെ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് റിസോർട്ടുകളൊക്കെ താഴെ കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതും പണി കഴിഞ്ഞതുമായ ചെറിയ റിസോർട്ടുകളും സ്റ്റേ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ കാണുന്ന മലയുടെ മുകളിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ കയറി നിൽക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇവിടുത്തെ വ്യൂകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ തന്നെ അങ്ങനെ നിന്നു. ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഒരു മൗണ്ടനാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആ ഫ്രെയിമിൽ കയറിയുന്ന ഫോട്ടോയൊക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഈ പാഞ്ചാലിമേടിൻ്റെ അറ്റത്ത് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മലയും കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. രാവിലെ ആയിട്ട് കൂടി അത്യാവശ്യം നല്ല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. അപ്പം അവിടെയൊക്കെ കുറേ ടൂറിസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ വരെ പോകുന്നുള്ളൂ. ഈ ഒരു വ്യൂ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ കുട്ടിക്കാനത്തു നിന്ന് ഇറങ്ങി ഇപ്പോൾ പാഞ്ചാലിമേടോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സമയം 11 മണിയാകുന്നുണ്ട്. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇവിടെ കയറിയത്. ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. അങ്ങനെ തിരിച്ച് നടന്ന് മെയിൻ എൻട്രൻസിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെയാണ് ബാഗ് വെച്ചത്. അങ്ങനെ ബാഗ് എടുത്ത് നമ്മളിങ്ങനെ തിരിച്ച് ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ മടങ്ങുകയാണ്.